നമസ്കാരം. കഴക്കൂട്ടത്ത് ബി.ജെ.പി. താമര വിരിയിപ്പിക്കുമെന്ന് പറഞ്ഞത് മനോരമ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലെ പ്രീപോൾ സർവേയിലാണ്. അവസാനം ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ ജനങ്ങൾ മനോരമയുടെ അണ്ണാക്കിൽ കയറി വെടിപൊട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൽ നിന്ന് പാഠം പഠിച്ചു എന്ന് തോന്നുന്നു. ഇക്കുറി എന്തായാലും എങ്ങും തന്നെ ഈ പറയുന്ന പോലെ താമര വിരിയിപ്പിക്കും അല്ലെങ്കിൽ വിരിയും എന്നൊന്നും മനോരമ പറഞ്ഞിട്ടില്ല. മനോരമയ്ക്ക് കേരളത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു അവസ്ഥ, രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. എന്തായാലും ഇക്കുറി തിരഞ്ഞെടുപ്പിന്റെ ഈ പറയുന്ന പോലെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ, ഇലക്ഷന് ശേഷമുള്ള പല സർവേകളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ബി.ജെ.പിക്ക് ആശ്വാസം പകരുന്ന രീതിയിലുള്ള ഒരു സർവേയും പുറത്തു വരുന്നില്ല. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും തൃശ്ശൂരും ഞങ്ങൾ ജയിക്കൂടാ, കണ്ടോടാ എന്നൊക്കെ പറഞ്ഞ് ബറ്റക്ക് വെച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ അധോഗതിയൊന്നും അല്ലാതെ വേറൊന്നും പറയാനില്ല. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും ജയിക്കുന്ന ഓർത്താണ് രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്നത്. അമ്മാതിരി തള്ളൊക്കെ അല്ലേ ഏഷ്യാനെറ്റ് വെച്ച് കീച്ചിയത്. പന്ന്യൻ രവീന്ദ്രനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ആക്രമിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. ഈ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനെ അങ്ങ് തോളത്തെടുത്ത് വെച്ചുകൊണ്ട് ഈ ഏഷ്യാനെറ്റ് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതൊക്കെ വെറുതെയായി പോകുമല്ലോ. ഏഷ്യാനെറ്റ് റിസൾട്ട് പുറത്തു വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൊക്കെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. മാത്രവുമല്ല, പന്ന്യൻ രവീന്ദ്രന് ഇപ്പോൾ കൂടുതൽ സാധ്യത തിരുവനന്തപുരത്ത് പ്രവചിക്കുകയാണ്. ശശി തരൂരിന്റെ മൃദു ഹിന്ദുത്വ നിലപാടും ഒപ്പം ശശി തരൂർ MP ആയ ശേഷം ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന ആ മണ്ഡലത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വരികയാണ്. അങ്ങനെ പുറത്തു വരുമ്പോഴും ജനങ്ങൾ അതൊക്കെ വിലയിരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒപ്പം രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും ശക്തമായ നിലപാട് പോലും ഈ ശശി തരൂരിനെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, കേരളത്തിന് ശബ്ദമാകാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ എന്തായാലും തിരുവനന്തപുരത്തെ വോട്ടർമാർ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അവിടെ സാധ്യത പന്ന്യൻ രവീന്ദ്രനാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അങ്ങനെ വരാൻ നേരത്ത് വ്യാമോഹ വലയങ്ങൾ കെട്ടി വലിയ തോതിലുള്ള പ്രചാരണമൊക്കെ നടത്തിയ രാജീവ് ചന്ദ്രശേഖരന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ശരിയാണ് വന്നു പോകുന്നത്. ഇനി നമ്മൾ നേരെ തൃശ്ശൂരിലേക്ക് വന്നാലും തൃശ്ശൂരിൽ ഗംഭീരമാണ്, ഓസ്കാർ ലെവൽ അഭിനയമാണ് അവിടെ സുരേഷ് ഗോപി കാഴ്ചവെച്ചത്. ഒരു വർഷം മുമ്പേ തന്നെ സുരേഷ് ഗോപി രംഗത്തേക്ക് വരുന്നു. പിന്നീട് എന്തൊക്കെയാണ് സുരേഷ് ഗോപി കാണിച്ചു കൂട്ടിയത്? വിഷുക്കൈ നീട്ടം കൊടുക്കുന്നു, കൂടാതെ ലൂർദ് മാതാവിന് കിരീടം, പിന്നെ കനിവന്നൂർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു പദയാത്ര, അവസാനം ഇതൊക്കെ തേഞ്ഞൊട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിഷുക്കൈ നീട്ടം കൊടുത്ത് വിവാദത്തിലായി. എങ്ങനെ വിവാദത്തിലായി? വിഷുക്കൈ നീട്ടം കൊടുക്കും, അണ്ണന്റെ കാലിൽ തൊട്ട് തൊഴുത് എല്ലാവരും പോകുന്നു. അണ്ണൻ ഒരാളോടും പറയുന്നില്ല ദേ എൻ്റെ കാലിൽ തൊട്ട് തൊഴുകണ്ടെന്ന്. അതെടുത്ത് ഫേസ്ബുക്കിലിട്ടു. അവസാനം വാർത്തയായി, തീരുമാനമായി. അതിനുശേഷം എന്താണ് കണ്ടത്? അതിനുശേഷം അണ്ണൻ പുതിയ ഗിമ്മിക്ക് നമ്പർ പദയാത്രയായിട്ട് രംഗത്തേക്ക് വന്നു. പുതുച്ചേരിയിൽ ടാക്സ് വെട്ടിപ്പ്, അതായത് വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ടാക്സ് വെട്ടിപ്പ് നടത്തിയ വിരുദ്ധൻ ഇവിടെ വന്നിട്ട് പദയാത്ര നടത്തുകയാണ് കരുവന്നൂർ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അതും അവസാനം അടിച്ചു കിട്ടി. പിന്നെ അവസാനം ലൂർദ് മാതാവിന് കൊണ്ടുപോയിട്ട് കിരീടം വെക്കാൻ പോയി. അവസാനം ചെമ്പ് ഗോപിയുടെ ചെമ്പ് സ്വഭാവം ആ സമയത്ത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കോയമ്പത്തൂരിൽ നിന്ന് സിന്ധു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിക്ക് ഒരു അപൂർവ രോഗമാണ്, ചികിത്സാ സഹായം കിട്ടുമെന്ന് ഓർത്തി എന്നാണ് ഈ ഞാൻ കോടീശ്വരനിൽ ഇരുന്നിട്ട് വല്ലാത്ത രീതിയിലുള്ള നന്മമരക്കളിയായിരുന്നല്ലോ, അതൊക്കെ കണ്ടു വിശ്വസിച്ച് വന്നൊരു പാവമാണ്. അവസാനം എന്തെങ്കിലും ഒരു സഹായം ചെയ്യോ സുരേഷ് ഏട്ടാന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു ആ ഗോവിന്ദന്റെ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞു. അവസാനം ഗോവിന്ദൻ മാഷ് സഹായിച്ചു കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ പറഞ്ഞ അവസാനം വീണ്ടും ആള് വെട്ടിലായി. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ അപമാനിക്കുന്ന കാഴ്ച. അപമാനിച്ച ശേഷം ഒരു പെൺകുട്ടി പറയാണ് ഇയാൾ എന്നെ അപമാനിച്ചു എന്ന് പറയുമ്പോഴും ഞാൻ അപമാനിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. തോളത്ത് കൈയിടുന്നതും അവർ തോളത്ത് നിന്ന് കൈ തട്ടി മാറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴും സുരേഷ് ഗോപി ഒരു പച്ചക്കള്ളം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് സുരേഷ് ഗോപി. അപ്പൊ സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതായത് സുരേഷ് ഏട്ടാ ഇതിപ്പോ സുരേഷ് ഏട്ടന്റെ മോളായിരുന്നുവെങ്കിൽ, സുരേഷ് ഏട്ടന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ സുരേഷ് ഏട്ടൻ ഇങ്ങനെ സംസാരിക്കുമെന്ന്. അപ്പൊ സുരേഷിന് ഒറ്റ രീതിയിലുള്ള പ്രതികരണമില്ല കേട്ടോ. അങ്ങനെ അതും ആപ്പിലായി. അതിനുശേഷവും നിരവധി വിവാദങ്ങളിൽ പോയി ചാടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരികയാണ്. അത് പ്രാബല്യത്തിൽ വന്നപ്പോൾ കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ച് അത് നടപ്പിലാക്കും, അത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ വിരുദ്ധൻ ഈ ചങ്ങാതിയാണ്. മണിപ്പൂർ വിഷയത്തിൽ ഇദ്ദേഹത്തിന് എന്താണ് നിലപാട്? മണിപ്പൂരിനെ പറ്റി നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇത്തവണ വോട്ട് ചോദിച്ചു ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം, തൃശ്ശൂർ എന്തായാലും മണിപ്പൂരാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ്. സുരേഷ് ഗോപി കയറാവുന്നിടത്തൊക്കെ കയറി. നമുക്കറിയാം കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ സംഘപരിവാരങ്ങളുടെ ആക്രമണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരക്ഷരം മിണ്ടാത്ത, അതിനെതിരെ ഒരക്ഷരം സംസാരിക്കാത്ത വ്യക്തിയാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിയാണ് ഇവിടെ നിന്നിട്ട് ഞാനിപ്പോൾ ഇത് സ്വർഗമാക്കും എന്നൊക്കെ പറയുന്നത്. എന്തായാലും
തൽക്കാലത്തേക്ക് ഗുജറാത്തും മണിപ്പൂരും ഒന്നും ആയി കാണാൻ, തൃശ്ശൂരായി കാണാൻ അവിടുത്തെ വോട്ടർമാർ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തവണ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. മുരളീധരനും ഇപ്പോൾ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. മുരളീധരൻ എന്താണ് പറയുന്നത്? താഴെത്തട്ടിലൊന്നും കാര്യമായിട്ടുള്ള പ്രവർത്തനം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇരുവരും പറയുന്ന പല പ്രസ്താവനകളും കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ VS സുനിൽകുമാർ ജയിക്കുമെന്ന് ഇവർക്ക് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. VS സുനിൽകുമാറിനാണ് ഇക്കുറി തൃശ്ശൂരെന്നും തൃശ്ശൂർ എടുക്കാൻ സുനിൽകുമാറിന് മാത്രമേ പറ്റൂവെന്ന് ഇവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇലക്ഷന് മുമ്പ് തന്നെ ഇവർ അത് പല രീതിയിലും പറയാതെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ വയനാട്ടിലേക്ക് ചെന്നാൽ അതിനേക്കാൾ രസകരമായിട്ടുള്ള കളിയാണ് അവിടെ നടക്കുന്നത്. ഉള്ളിക്കൊക്കെ ഇപ്പോൾ നല്ല വിലയാണല്ലോ അല്ലേ. അവിടെ K സുരേന്ദ്രനാണ് BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. ആനി രാജയെയും രാഹുൽ ഗാന്ധിയും തപ്പ വീഴ്ത്തും എന്ന് പറഞ്ഞാണ് അവിടെ പോയി നിൽക്കുന്നത്. 9% മാത്രം BJPക്ക് വോട്ടുള്ള വയനാട്ടിൽ ചെന്നിട്ട് ഞാൻ ഇപ്പോൾ എല്ലാ വോട്ടും പിടിച്ച് ജയിച്ച് സെറ്റാവും എന്ന് പറഞ്ഞാണ് ചെന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ ആനി രാജ ഇവരെ രണ്ടുപേരെയും തകർക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിയിരിക്കുന്ന സുരേന്ദ്രൻ അടിച്ചുവിടുന്ന ഗീർവാണങ്ങളൊക്കെ കേട്ടാൽ ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പും. മാത്രമല്ല ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാണ് കേട്ടോ. സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി, പിന്നെ കൃഷ്ണകുമാർ കേന്ദ്രമന്ത്രി, രാജീവ് ചന്ദ്രശേഖർ ഇനിയും കേന്ദ്രമന്ത്രി, അങ്ങനെ ജയിക്കുന്നവരെല്ലാവരും കേന്ദ്രമന്ത്രിയാണ്. ഇതാണ് ഇവർ കൊടുക്കുന്ന മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത്. വല്ലാത്തൊരു സംഭവം തന്നെയാണ്. എന്തായാലും സുരേന്ദ്രൻ പൊട്ടിയിട്ടുണ്ടെങ്കിൽ BJP ഇവിടെ ഇനി ഇല്ല എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. കാരണം BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് മതവും രാഷ്ട്രീയവും കൂടി കൂട്ടിക്കലർത്തി ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്തു. അവസാനം ജനങ്ങൾ അടിച്ച് കൈ കൊടുത്തു. ഇമാതിരി വർഗീയ വിഷമൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ BJPനെ കണ്ടം വഴി ഓടിച്ച സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു അവർക്ക് എന്തെങ്കിലും മുന്നേറ്റം നടത്താൻ പറ്റുമായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ നടത്താൻ പറ്റുമായിരുന്നു. ഇത്തവണ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സകലമാന ജനവിരുദ്ധ പ്രശ്നങ്ങളും രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ സുരേന്ദ്രനൊക്കെ നേരിടാൻ പോകുന്ന ഒരു പരാജയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ എന്താകുമോ എന്തോ. ഇനി ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം പറയാതെ വയ്യ. ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാമല്ലോ, അവസാന ഘട്ടത്തിൽ കിടന്നിട്ട് ആലപ്പുഴയിൽ കിടന്നൊരു വല്ലാത്ത മോങ്ങലൊക്കെ മോങ്ങി മാധ്യമപ്രവർത്തകരുടെ മുമ്പിലേക്ക് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അവസാന ഘട്ടത്തിൽ EP ജയരാജൻ BJPയിലേക്ക് വരാൻ പോവാണ്, ഞങ്ങൾ ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നു. അത് വലിയ മാധ്യമ വാർത്തകളൊക്കെ സൃഷ്ടിച്ച് മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ ആയിട്ട് കൊടുത്ത് ശോഭയ്ക്ക് ഒരു ഹൈപ്പ് കൊടുത്ത് ശോഭയുടെ സ്പെഷ്യൽ ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് അവർ ആറാടുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? ഈ പ്രകാശ് ജാവ്ദേക്കർ EP വീട്ടിൽ ചെന്നു, അവർ സംസാരിച്ചു എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അവസാനം പ്രകാശ് ജാവ്ദേക്കറുടെ അടുത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് ഞാനും കണ്ടിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ രാഷ്ട്രീയമൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അവസാനം ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ശോഭയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ സംസ്ഥാന നേതൃത്വത്തിനല്ല കേന്ദ്ര നേതൃത്വത്തിന് അവസാനം ഒരു പരാതി കൊടുത്തു എന്ന വാർത്തയും പുറത്തു വന്നപ്പോൾ ശോഭ മിണ്ടാതിരിക്കുകയാണ്. EP പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഇപ്പോൾ പുറത്തു വരികയാണ്. ചുമ്മാ മാധ്യമങ്ങളിലൊക്കെ പേര് ഉണ്ടാക്കാൻ വേണ്ടി, മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ ഈ ശോഭാ സുരേന്ദ്രൻ പാടി നടക്കുകയാണെന്ന് EP അന്നേ പറഞ്ഞതാണ്. അത് BJP പോലും ഇപ്പോൾ ശരിവെക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഈ പറയുന്ന പോലെ BJPയുടെ അധ്യക്ഷയാവുമെന്ന് ആദ്യം വിചാരിച്ചു, നടന്നില്ല. പിന്നീട് എന്തെങ്കിലുമൊക്കെ സ്ഥാനം കിട്ടുമെന്ന് ഓർത്തു, നടന്നില്ല. സുരേന്ദ്രനും ശോഭയാണെങ്കിൽ എന്നും അടിയോടടിയാണ്. അവസാനം ഇങ്ങനെ ഒരു അള്ളു വെച്ച് സ്റ്റാറായി എങ്ങനെയെങ്കിലും എന്തായാലും സുരേന്ദ്രൻ തോക്കുമെന്ന് അറിയാം, എങ്ങനെയെങ്കിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താമെന്ന് വിചാരിച്ച് അണികളെയൊക്കെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അവസാനം വന്ന് ശോഭ പോലും BJPയിലേക്ക്, ഇനി BJPയിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആയി മാറിയിട്ടുണ്ട്. ആ ആരോപണങ്ങളൊക്കെ ഒന്ന് പറയാതെ വയ്യ. എന്തായാലും ഇത്തവണത്തെ ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിൽ ഒരിടത്തും താമര വിരിയില്ല എന്ന് മാത്രമല്ല, ഇതോടുകൂടി തന്നെ കേരളത്തിൽ താമരയുടെ തണ്ട് മാത്രമല്ല, താമരയുടെ അടപടലം വലിച്ച് ദൂരെ എറിയും ജനങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.